ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഹൗ മെനി നമ്പേഴ്സ് എന്ന പാഠഭാഗമാണ്. എത്ര സംഖ്യകൾ എന്നുള്ളതാണ് അല്ലെ. എത്ര സംഖ്യകൾ. അപ്പൊ ഇതിന്റെ മലയാളം വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെന്നും അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? 3ാമത്തെ പാഠഭാഗം. ഇവിടെ നല്ല ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒരുപാട് കുട്ടികൾ ബസ്സിലായിട്ടും ഒരുപാട് പേര് പുറത്തുമായിട്ടും നിൽക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ദേ സ്റ്റഡി ടൂർ ടുഡേ. അപ്പൊ മിത്രയും കൂട്ടുകാരും കൂടിയിട്ട് സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂർ ആരംഭിക്കുകയാണ് ഇന്ന്. ദേ ആർ ഗോയിങ് ടു എറണാകുളം ബൈ ട്രെയിൻ. അപ്പൊ ഒരു ട്രെയിനിൽ എറണാകുളത്തേക്കാണ് പോകുന്നത്. ദെൻ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ അവർ ആദ്യം എന്ത് ചെയ്യണം? റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അല്ലെ. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സീ ദി നോട്ട്സ് ആൻഡ് കോയിൻസ് ഗിവൻ ടു ബൈ ടിക്കറ്റ്സ് ഫോർ ദ ട്രെയിൻ ജേർണി. അപ്പൊ ട്രെയിൻ ജേർണിക്ക് ആവശ്യമായിട്ടുള്ള പൈസ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ. കോയിൻസ് ആയിട്ടും നോട്ട്സ് ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ മച്ച് മണി വാസ് ഗിവൺ ഇൻ ഓൾ. അപ്പൊ ആകെ എത്ര രൂപയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? ഇവിടെ 500ന്റെ ഉണ്ട്, 100ന്റെ ഉണ്ട്, 10 rupees ഉണ്ട്, 1 rupees ഉണ്ട് അല്ലെ. അത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ള പൈസ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് എത്രയുണ്ടെന്ന് ആദ്യം നോക്കണം അല്ലെ. എന്നിട്ട് വേണം നമുക്ക് എന്ത് കാണാന്? ഇതിന്റെ ആകെ പൈസ കാണാന്. അപ്പോ ആദ്യം നോക്കൂ. ആദ്യത്തേത് 500ന്റെ ആണ് അല്ലെ. എത്ര ഉണ്ട്? 1 2 3 4 5 6 6എണ്ണമാണ് ഉള്ളത്. അപ്പൊ 6 × 500 6 × 500 എന്ന് പറയുന്നത് എത്രയാണ്? 3000 ആണ്. 3000. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 500 ഇത് 500 500 1000 1500 2000 2500 3000 അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് 100 rupees ആണല്ലേ. അപ്പൊ ഇത് എത്ര ഉണ്ട് നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 100 ആണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? 12 × 100 ചെയ്ത് നോക്കുക. 12 × 100 എത്ര കിട്ടും? 1200 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എഴുതാ 1200. നെക്സ്റ്റ് വണ് 10 rupee ആണ്. 1 2 3 4 5 6 7 8 9 10 11 12 ആണ് ഇതുള്ളത്. അപ്പൊ എന്ത് ചെയ്യാ? 12 × 10 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കുക 120. ഇനി 1 rupee ആണ്. ഇതിൽ 1 2 3 4 ആണ് ഉള്ളത്. അപ്പൊ അവിടെ 4 rupees ആണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യാ? ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3000 ആണ് അല്ലെ. 3000 പ്ലസ് 1200 പ്ലസ് 120 പ്ലസ് 4 ചെയ്ത് നോക്കൂ. 4 ഇവിടെ 2 വരും. 2 + 1 3. ഇവിടെ 3 + 1 4. അപ്പൊ എത്രയായി? 4324 rupees ആണ് അവര് ആകെ റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. നെക്സ്റ്റ് പേജില് ടൂറിസ്റ്റ് സെന്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. Then see a board at the railway station. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. It gives the distance from Ernakulam to various tourist centers in India. അപ്പൊ ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് സെന്റേഴ്സിലേക്ക് എറണാകുളത്ത് നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഹിൽ പാലസിലേക്ക് 11 കിലോമീറ്റർ, ഗോവ, മൈസൂര്, കന്യാകുമാരി, ഹൈദരാബാദ് ഫിലിം സിറ്റി, റെഡ് ഫോർട്ട്, താജ്മഹൽ ഇത്രയും സ്ഥലത്തേക്കുള്ള ദൂരം ഡിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫാർത്തസ്റ്റ് ടൂറിസ്റ്റ് സെന്റേഴ്സ്. ഏറ്റവും ദൂരത്തുള്ളത് അകലെയുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും അകലെയുള്ളത് ഏതാണ് കൂട്ടുകാരെ? ഇവിടെ നോക്കൂ. ഇവിടെ ഒന്ന് ഏറ്റവും ദൂരെയുള്ളത് ഹൈദരാബാദ്, റെഡ് ഫോർട്ട്, താജ്മഹൽ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? റെഡ് ഫോർട്ട് ആണല്ലേ. 2592 kilometers ആണ്. അപ്പൊ അവിടെ എന്ത് എഴുതാ? ഇവിടെ റെഡ് ഫോർട്ട് എന്ന് എഴുതി കൊടുക്കുക. റെഡ് ഫോർട്ട്. നെക്സ്റ്റ് വൺ നോക്കൂ. അറ്റ് ദ നിയറസ്റ്റ് ഏറ്റവും അടുത്തുള്ളത് ഏതാണ്? ഏറ്റവും അടുത്തുള്ളത് ഇവിടെ പറയുന്നത് നമ്മുടെ ഹിൽ പാലസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഹിൽ പാലസ് എന്നാണ് എഴുതേണ്ടത്. ഹിൽ പാലസ്. ഇനി നെക്സ്റ്റ്, അറേഞ്ച് ദീസ് ഇൻ ഓർഡർ ഫ്രം ദ ഫാർദസ്റ്റ് ടു ദ നിയറസ്റ്റ്. ഏറ്റവും അകലെയുള്ളതിൽ നിന്നും അടുത്തുള്ളതിലേക്ക് എന്ത് ചെയ്യണം? നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ദൂരെയുള്ളത് ഏതാണ്? റെഡ് ഫോർട്ട് ആണല്ലേ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം?
ആദ്യം നമ്മൾ റെഡ് ഫോർട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, ഇവിടെ എഴുതാം റെഡ് ഫോർട്ട്. ഡിസ്റ്റൻസ് എത്രയാ പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2592 കിലോമീറ്റർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് താജ്മഹൽ ആണ്. നെക്സ്റ്റ് വൺ എഴുതാ താജ്മഹൽ. താജ്മഹലിലേക്ക് വരുന്നത് 2424 കിലോമീറ്റർ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഫിലിം സിറ്റി ആണ്. ഹൈദരാബാദ് ഫിലിം സിറ്റി എത്ര വരുന്നുണ്ട്? 11,000 1112 കിലോമീറ്റേഴ്സ് ആണ് ഹൈദരാബാദിലേക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോവയാണ്. ഓക്കെ, ഗോവയിലേക്ക് വരുന്ന ദൂരം 744 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈസൂരാണ്. ഓക്കെ, മൈസൂരിലേക്ക് വരുന്നത് 385 കിലോമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ വരുന്നത് കന്യാകുമാരിയിലേക്ക് 307 കിലോമീറ്റർ ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിൽ പാലസ് ആണ്. വെറും 11 കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതേപോലെ ഏറ്റവും കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. കാസ്റ്റൽ എന്നുള്ളതാണ്. ലെറ്റ്സ് ഗോ ടു ദ അതർ സൈഡ്, ദർ ഈസ് എ റാമ്പ്. എന്താണ്? അപ്പൊ ഒരു കുട്ടിയോട് പറയാണ് നമുക്ക് ആ സൈഡിലേക്ക് പോവാം, അവിടെ റാമ്പ് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് കയറാണ്, സ്റ്റെപ്പ് കയറണ്ട എന്നാണ് പറയുന്നത്. Children are waiting in a line to enter the castle. അപ്പൊ കൊട്ടാരത്തിൽ കയറാൻ വേണ്ടിയിട്ട് കുട്ടികൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. The tickets have consecutive numbers. അവരുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് നമ്പർ ആണ്. കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആണ്. മിത്ര is first in the line and her number is 2986. അപ്പൊ മിത്രയാണ് ഒന്നാമത് നിൽക്കുന്നത്. മിത്രയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2986 ആണ് മിത്രയുടെ നമ്പർ എന്ന് പറയുന്നത്. സാന്ദ്രാസ് നമ്പർ ഈസ് 3010. സാന്ദ്രയുടെ നമ്പർ 3010 സാന്ദ്രയുടെ നമ്പർ ഉള്ളത്. ഫ്രം മിത്ര ടു സാന്ദ്ര ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ? അപ്പോ മിത്രയുടെ നമ്പറിൽ നിന്നും സാന്ദ്രയുടെ നമ്പറിലേക്ക് എത്ര കുട്ടികളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 2986 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 2990 ആയിട്ട് മാറും. പിന്നെ അതിന്റെ കൂടെ 10ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3000 ആവും അല്ലെ. പിന്നെ എന്ത് ചെയ്യണം? 3000 നിന്നും വീണ്ടും 10ഉം കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ആരുടെ നമ്പർ എണ്ണിയിട്ടില്ല? മിത്രയുടെ നമ്പർ എണ്ണിയിട്ടില്ല. അപ്പൊ അതും കൂടെ എണ്ണിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 25 ആണ്. അപ്പൊ ആകെ 25 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹു സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സാന്ദ്ര? സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയായിരിക്കും? അപ്പൊ ഇത് ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മുന്നിലുള്ള നമ്പർ എന്ന് പറയുന്നത് സാന്ദ്രയുടെ നമ്പറിനേക്കാൾ ഒന്ന് കുറവായിരിക്കും, അഥവാ 3009 ആയിരിക്കും എന്ന് അർത്ഥം. Write the numbers of the children in front and at the back of one with the number 3010. അപ്പൊ 3010ന്റെ മുന്നിലുള്ള നമ്പറും അതുപോലെ തന്നെ പിന്നിലുള്ള നമ്പറും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മുന്നിലുള്ള നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? 3009 എന്നുള്ളതാണ്. ഇനി പുറകിലുള്ള നമ്പറോ 3011 ആയിരിക്കും. അതിനുശേഷം 3010ന് ശേഷമുള്ള നമ്പർ ആണ്. നെക്സ്റ്റ് വൺ. Starting from the number just behind 3010, what is the 20th number? അതോ 3010ന്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി 20ാമത്തെ ടിക്കറ്റ് നമ്പർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ഇതിന്റെ കൂടെ നമുക്ക് 20 കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അഥവാ 3010ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 20 കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 3030 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 3030 ആണ്. നെക്സ്റ്റ് വൺ. റൈറ്റ് ദ നമ്പർ ഓഫ് മജു
ഹു ഈസ് ദ 15th ഇൻ ദ ലൈൻ, അഥവാ വരിയിൽ 15th നിൽക്കുന്ന മജുവിന്റെ നമ്പർ എത്രയായിരിക്കും കൂട്ടുകാരെ? എന്ത് ചെയ്താൽ മതി നമ്പർ? നമ്മൾ ഈ ഒരു 2986 നിന്നും എന്ത് കുറക്കണം? അല്ലെ, അതിന്റെ കൂടെ 15 കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും നമുക്ക്? 3001 എന്ന ആൻസർ കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 3001 ആണ്. നെക്സ്റ്റ് വൺ, write the numbers from 2986 to 3010 in order, അഥവാ 2986 മുതൽ 3010 വരെയുള്ള നമ്പേഴ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2986 അല്ലെ. പിന്നെ അതിനുശേഷം എത്ര വരും? 2987, then 3988, 2989, 2990, 2991, 2992, 2993, 2994, 2995, 2996, 2997, 2998, then 2999. പിന്നെ നമുക്ക് ഇവിടെ എഴുതാം മേലെ 3000, 3001, 3002, 3003, 3004, 3005, 3006, 3007, 3008, 3009, 3010. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നമ്പർ എഴുതേണ്ടത്. അത് ഒന്നും ചെയ്യേണ്ട. 2986 മുതൽ 3010 വരെയുള്ള നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് പേജ് നോക്കാം. വാട്ടർ മെട്രോ ആണ്. ആഫ്റ്റർ സീയിങ് ദ കാസ്റ്റൽ, ദ ചിൽഡ്രൻ ഗോട്ട് ഇൻ ടു ദ വാട്ടർ മെട്രോ. ദോസ് ഇൻ ദ വാട്ടർ മെട്രോ ഗോട്ട് ഫുഡ് കൂപ്പൺസ്. അപ്പൊ അവര് കാസ്റ്റലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവര് നേരെ വാട്ടർ മെട്രോയിലേക്ക് പോയി. അവിടെ കുട്ടികൾക്ക് ഫുഡിന്റെ കൂപ്പൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. ദോസ് ഇൻ മിത്രാസ് ഗ്രൂപ്പ് ഗോട്ട് കൂപ്പൺ നമ്പർ ബിറ്റ്വീൻ 8000 and 9000. Then and the sum of the digits is each number was 10. Write these numbers. അഥവാ അവർക്ക് കിട്ടിയിട്ടുള്ളത് 8000നും 9000നും ഒക്കെ ഇടയിലുള്ള നമ്പേഴ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, അഥവാ ഓരോ നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ 10 വരുന്നതായിരിക്കും അവരുടെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ നമ്പർ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 8002 ആണ്. 8002. ഇവിടെ 8ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 10 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ 8011 ആണ്. ഇതും 8 + 1 9, 9 + 1 10. നെക്സ്റ്റ് വൺ 8020 കിട്ടും. ഓക്കെ, 8020 എന്ന് പറയുന്നതും 8ഉം 2ഉം മാത്രമാണ് അവിടെ നമ്പർ. അപ്പൊ അതും 10 ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 8101 എന്നുള്ളതാണ്. then 8110, then 8200. ഇത്രയും നമ്പേഴ്സ് ആണ് 10 സം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെ how many numbers are there between 7000 and 8000 with their sum of digit 10? Write them in your notebook. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് അവിടെ? നമ്മുടെ 7000നും 8000നും ഇടയിൽ അക്കങ്ങളുടെ തുക ഇതുപോലെ തന്നെ 10 വരുന്ന എത്ര സംഖ്യകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് പറഞ്ഞു തരാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 7003 എന്നുള്ളത്, then 7012, 7021, 7030, 7102, then 7201, 7300. ഇത്രയും നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇവിടെ എക്സിബിഷൻ ആണ്. ദോസ് വിസിറ്റിംഗ് ദ എക്സിബിഷൻ ഇൻ ദ ചിൽഡ്രൻസ് പാർക്ക് ആർ ഗിവൻ പ്രൈസ് കൂപ്പൺ. അപ്പോൾ ആരൊക്കെയാണോ കുട്ടികളുടെ ഈ ഒരു എക്സിബിഷനിൽ കാണാൻ എത്തുന്നവർക്ക് അവർക്ക് എന്തുണ്ട്? ഒരു സമ്മാന കൂപ്പൺ കിട്ടുന്നുണ്ട്. ദ വിന്നിംഗ് നമ്പേഴ്സ് ആർ ക്ലോസൺ ബൈ ഡ്രോയിങ് ലോഡ്സ്. അപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് അവിടെ എന്ത് സമ്മാനം തീരുമാനിക്കുന്നത്.
Then children are waiting before the screen showing the winning numbers. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ സമ്മാന കൂപ്പണ് ആ ഒരു സ്ക്രീനിൽ തെളിയുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. Write the numbers displayed as the wheel stops at each position. അപ്പോൾ ഓരോ സ്ഥാനത്തും ഓരോ പൊസിഷനിലും കറങ്ങി സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് 10,000 ആണ് അല്ലെ. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട് 10,000 എന്നുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 11,000 ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് എഴുതണം? 11,000 എന്ന് എഴുതി കൊടുക്കുക. 11,000. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതോ 11,110 എന്നുള്ളതാണ്. അപ്പൊ അത് എഴുതാം 11,100. 11,110. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 11,111 എന്നുള്ളതാണ് അല്ലേ. എഴുതാം 11,111. ഓക്കെ, ഇങ്ങനെ എഴുതി കൊടുക്കാം. പ്രൈസ് ഫോർ ദ നമ്പർ വിത്ത് ഡിജിറ്റ് ഓഫ് സം ഓഫ് ഡിജിറ്റ് 5. അപ്പൊ ഇവിടെ ഈ അക്കങ്ങൾ നമ്മൾ ഇതിൽ ഓരോ ഡിജിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടിയിട്ടുള്ളതിനാണ് ഇവിടെ സമ്മാനം കിട്ടിയിട്ടുള്ളത്. വിന്നിംഗ് നമ്പർ, അപ്പൊ ഏതാണ് കൂട്ടുകാരെ നമ്പർ എന്ന് പറയുന്നത്? ഇവിടെ നോക്ക്, ഫസ്റ്റത്തേൽ 10,000 1 മാത്രമേ ഉള്ളൂ അല്ലെ. ദെൻ 11,000 2 മാത്രമാണ് ഉള്ളത്. ദെൻ 11,110 അവിടെ 4 ആണ് ഉള്ളത്. നെക്സ്റ്റ് 11,111 എന്നുള്ളതിൽ 5 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? വിന്നിംഗ് നമ്പർ എന്ന് പറയുന്നത് 11,111 എന്നുള്ളതാണ്. ഇതിനാണ് സമ്മ് 5 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഹൗ മെനി 4-digit numbers എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഹൗ മെനി 4-digit numbers can be made with just the 2 digits of 9 and 10. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 9ഉം 0യും വെച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ 4-digit numbers ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആകെ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, 9ഉം 0യും അല്ലെ. അപ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ താഴെ എഴുതണം. വാട്ട് ആർ ദേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കൂട്ടുകാരെ? ആദ്യം തന്നെ നമുക്ക് 9,000 ഉണ്ടാക്കാം അല്ലെ. 9,000. ദെൻ പിന്നെ ഏതൊക്കെ ഉണ്ടാക്കാം? 9,009. ദെൻ 9,090. 9,099. 9,900. Then 9,990. 3 numbers നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. ഇനി പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം? Write them in order from the largest to smallest. ഇതിൽ നിന്നും ഏറ്റവും വലുതിൽ നിന്നും ചെറുതിലേക്ക് എഴുതി കൊടുക്കാം. ഏറ്റവും വലുതെന്ന് പറയുന്നത് 990 എന്നുള്ളതാണ് അല്ലെ. 9,990 എന്നുള്ളതാണ്. ദെൻ പിന്നെ വരുന്നതോ 9,900 എന്നുള്ളത് വരും. അതിനുശേഷം വരുന്നത് 9,999 എന്നുള്ളത് വരും. ദെൻ 9,090 അല്ലേ. പിന്നെ വരുന്നത് 9,009 എന്നുള്ളത് വരും. ദെൻ 9,000 എന്നുള്ളത് വരും. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ ബിഗിൽ നിന്നും അല്ലെങ്കിൽ ലാർജിൽ നിന്നും സ്മോളിലേക്ക് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ഫോർ ദ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നമ്പർ പോലെ എഴുതാനാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5,400 310 2 ones എന്നാണ് അല്ലെ. അപ്പോ 5,000 എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യം 5 എഴുതുക അല്ലെ. പിന്നെ നമ്മൾ 400 ആണ് നെക്സ്റ്റ് വണ്. 10ന്റെ 100ന്റെ സ്ഥാനത്ത് 4 എഴുതി കൊടുക്കുക. 310 ആണ്, അപ്പോൾ ഇവിടെ 3 എഴുതി കൊടുക്കുക. 10ന്റെ സ്ഥാനത്ത് 2 ones ആണ്, അപ്പോൾ വൺസിൽ എന്ത് എഴുതി കൊടുക്കുക? 2 എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 54 hundreds-ഉം 32 ones-ഉമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 54 hundreds എന്ന് പറയുമ്പോൾ എത്രയായി? 54 hundreds എന്ന് പറയുന്നത് ഇതാണ് 5,400 എന്നുള്ളത്. ഇനി 32 ones എന്ന് പറയുന്നതും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എത്രയാണ്? 5,432 എന്നുള്ളതാണ്. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കാം. 5,432 എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കാം.
ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 543 ones tens എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2 onesുമാണ് ഉള്ളത് അല്ലെ. അപ്പൊ അവിടെയും എത്രയാണ് ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് 5432 എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? 5432 ones എന്നുള്ളതാണ്. അതും 5432 എന്നുള്ളത് തന്നെ ആൻസർ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 82 hundreds എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 82 into 100 ചെയ്താൽ മതി. എത്ര കിട്ടും? 82 into 100. ആൻസർ എന്ന് പറയുന്നത് 8200 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 8200. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 820 tens ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ ആൻസറും നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 8200 എന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് 8200 ones ആണ്. അതിന്റെ ആൻസറും എത്രയാണ്? 8200 എന്നുള്ളത് തന്നെയാണ്. സെയിം തന്നെയാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. അവിടെ തന്നിട്ടുള്ളത് 7104 ആണ്. അത് എത്ര 1000 ആണുള്ളത്? 7 ആണുള്ളത് അല്ലെ. 7000 വരും. 100 എത്രയാണ്? 100 വരും. ടെൻസ് 0 ആണ് വരുന്നത്. വൺസ് എന്ന് പറയുന്നത് 4 വരും. ഇനി അതിന് നമുക്ക് 100ലും 10സിലും 1സിലും എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നോക്കുക. എന്നിട്ട് 100ന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എഴുതണം. അഥവാ 71 hundreds-ഉം വൺസ് എന്ന് പറയുന്നത് 4ഉം വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1000s ആണ് എഴുതേണ്ടത്. 1000s-ഉം അതുപോലെ തന്നെ എന്തും കൂടെ എഴുതണം? അതിന്റെ വൺസും കൂടെ നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ. അപ്പൊ അവിടെ എത്ര 1000s ആണ് വരുന്നത്? 7000s ആണ് വരുന്നത്. പിന്നെ വൺസ് വരുന്നത് എത്രയാണ്? വൺസ് വരുന്നത് 104 ones ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ 1000s എഴുതണം, അതുപോലെ തന്നെ 10s എഴുതണം, വൺസ് എഴുതണം. അപ്പൊ 1000 7 തന്നെയാണ്. 10s 10 വരും. വൺസ് എന്ന് പറയുന്നിടത്ത് 4 വരും. അപ്പൊ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ നമ്പർ വീൽ എന്നുള്ളതാണ്. നമ്പർ വീലിലേക്ക് കിടക്കാം. ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ് ഇൻ ദ നമ്പർ വീൽ. ഈ നമ്പർ വീൽ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമ്പർ എന്ന് പറയുന്നത് 5633 ആണ് നമ്പർ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100s-ഉം 1s-ഉം 10s-ഉം ഒക്കെ 1000s ഒക്കെ എഴുതാണ് വേണ്ടത്. അപ്പൊ ഇത് നമ്മൾ എഴുതി നോക്കുക. ഓക്കെ. 5633 എന്നുള്ളതാണ്. ഇതെന്താണ്? ഇത് 1s ആണ്, ഇത് 10s ആണ്, ഇത് 100 ആണ്, ഇത് 1000 ആണ്. അപ്പൊ നമ്മളടുത്ത് എത്ര 100 ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 100 ഉണ്ട്. 5600 ആണ് വരുന്നത്. ഇനി ഇതിൽ എത്ര വൺസ് ഉണ്ട്? ഇവിടെ നിന്ന് അങ്ങോട്ട് വൺസ് ആണ്. എത്ര ഉണ്ട്? 33 ones എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5000 ഉണ്ട്. പിന്നെ എത്ര 100 ആണ്? 600 ആണുള്ളത്. അപ്പൊ ഇവിടെ 6 എന്ന് എഴുതി കൊടുക്കാം. 310 ആണുള്ളത്. വൺസ് എത്രയാണ്? 3 ആണുള്ളത്. ഇനി നെക്സ്റ്റ് വണ് 1000s-ഉം 100ഉം 1s-ഉം എഴുതണം. 1000 നമുക്കറിയാം 5 ആണെന്ന് അറിയാം. 100 എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ നമ്മുടെ അടുത്ത് 10s ചോദിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ഒരുമിച്ചിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ 33 ones എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10ഉം 1ഉം ആണ് എഴുതേണ്ടത്. എത്ര 10 ഉണ്ട്? 560 10 ആണുള്ളത്. അതുപോലെ തന്നെ ഇത് വൺസ് എന്ന് പറയുന്നത് 33 ones ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 100 എഴുതുക. 100 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതുക. 5600 ആണുള്ളത്. 10s എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണുള്ളത്. വൺസ് എന്ന് പറയുന്നത് 3 ആണുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1000ഉം അതുപോലെ തന്നെ 10ഉം 1ഉം ആണ് നമ്മൾ എഴുതേണ്ടത്. എത്ര 1000 ആണ്? 5000 ആണുള്ളത്. എത്ര 10ഉം എത്ര 1ഉം ആണുള്ളത് കൂട്ടുകാരെ? ഇവിടെ 10 എന്ന് പറയുന്നത് 63 10 ആണുള്ളത്. വൺസ് എന്ന് പറയുന്നത് 3 ആണുള്ളത്. ഇനി അടുത്തത് 1000 എഴുതി കൊടുക്കുക. 5000 ആണുള്ളത്. ബാക്കിയെല്ലാം 1ൽ എഴുതി കൊടുക്കുക. അഥവാ 633 ones എന്നുണ്ടാവും. ഇനി ഇത് വൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്പർ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. 5633 1 ആണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. സ്പ്ലിറ്റിംഗ് അപ്പ് ആണ്. ഹൗ മെനി വൺസ്, ഹൗ മെനി ടെൻസ്, ഹൗ മെനി ഹൺഡ്രഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 10,000 എന്നുള്ളതാണ് നമ്പർ. അവിടെ 10,000-ൽ എത്രയാണ് വൺസ് ഉള്ളത്? 10,000 വൺസ് തന്നെയാണുള്ളത്. 1000 ടെൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് 1000 hundreds ആണ് ഇതിലുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ദ ഫോളോയിങ് ആസ് ഗിവൺ ബിലോ. ഇവിടെ താഴെ തന്നിട്ടുള്ളത് 30,000 ആണല്ലേ. 30,000 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിലെ വൺസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതേ സെയിം നമ്പർ തന്നെയായിരിക്കും. അഥവാ 30
30,000 ആയിരിക്കും ഇതിലെ വൺസ് എന്ന് പറയുന്നത് 30,000. ഇനി ഇതിലെ 10 ടെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങോട്ട് ഒരുമിച്ചിട്ട് എഴുതണം. അഥവാ 1300 ടെൻസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. ഇനി നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ഹൺഡ്രഡ്സ് ആണ്. ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് ഇവിടുന്നാണ് വരുന്നത്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം. അഥവാ 130 എന്ന് എഴുതി കൊടുക്കുക. ഇതിൽ തൗസൻഡ്സ് ചോദിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതണം. അഥവാ 13 എന്നുള്ളത് ഇതിലെ തൗസൻഡ്സ് ആയിട്ട് വരും. ഓക്കെ, 13 എന്ന് പറയുന്നത് എന്താണ്? ഇതിലെ തൗസൻഡ്സ് എന്നുള്ള കണക്കിലാണ് നമ്മൾ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് വൺ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ 6,700 ആണ് തന്നിട്ടുള്ളത്. 6,700 തന്നിട്ടുണ്ട്. അതിനെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എഴുതാം എത്ര തൗസൻഡ്സ് ഉണ്ടെന്ന് എഴുതാം അല്ലെ. എത്ര തൗസൻഡ്സ് ആണ്? 6,000 ആണ് ഇതിൽ ഉള്ളത്. 6,000. പിന്നെന്താണുള്ളത്? 700. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാം 6,700 വൺസ് ഉണ്ടെന്ന് എഴുതി കൊടുക്കാം. പിന്നെ എന്താ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും? 670 എന്ന് പറയുന്നത് ഇതിൽ എന്താണ്? ടെൻസ് ആണെന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ എഴുതാം. പസിൽ കോർണർ ആണ്. ഹു ആം ഐ? 600, 6 ടെൻസ്, 6,000, 6 വൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 600 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 into 100 ആണ് 600 എന്ന് പറയുന്നത് അല്ലെ. 6 into 100 എന്ന് പറയുന്നത് എത്രയാണ്? 600 ആണ് ഉള്ളത്. 600. പിന്നെ ഉള്ളത് 6 ടെൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ 6 into 10 എന്ന് പറയുന്നത് 60 ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 6,000 ആണല്ലോ. അപ്പൊ 6 into thousands എന്ന് പറയുന്നത് 6,000 എന്ന് വരും. പിന്നെ ഉള്ളത് 6 വൺസ് ആണ്. അത് 6 into 1 എന്ന് പറയുന്നത് 6 ആണ്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കുക. 6,000 plus 600 plus 60 plus 6. 6, 6, 6, 6. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 6,666 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് വൺ എറണാകുളം ടു അമൃത്സർ എന്നുള്ളതാണ്. ദ ടേബിൾ ഷോസ് ദ സ്റ്റേഷൻ അറ്റ് വിച്ച് എ ട്രെയിൻ ഫ്രം എറണാകുളം ടു അമൃത്സർ സ്റ്റോപ്സ് ആൻഡ് ദെയർ ഡിസ്റ്റൻസസ് ഫ്രം എറണാകുളം. അഥവാ എറണാകുളത്ത് നിന്നും അമൃത്സറിലേക്ക് പോവുകയാണ്. അപ്പോൾ ട്രെയിൻ പോകുന്ന നിർത്തുന്ന സ്ഥലത്ത് സ്റ്റേഷനും ദൂരവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. Then find the first station at which the train stops after leaving എറണാകുളം. അപ്പൊ എറണാകുളം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പുറപ്പെടുന്ന ഏത് സ്റ്റേഷൻ ആണെന്ന് എഴുതുക. തുടർന്ന് നിർത്തുന്ന മറ്റുള്ള സ്റ്റേഷനും അതിന്റെ ഡിസ്റ്റൻസും കൂടെ കറക്റ്റ് ഓർഡറിലാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഴിക്കോടാണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? കോഴിക്കോട് എന്ന് എഴുതി കൊടുക്കാം. കോഴിക്കോട്. ഡിസ്റ്റൻസ് എത്രയാണ് കൂട്ടുകാരെ? 193 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാസർഗോഡാണ് അല്ലെ. അപ്പൊ അടുത്തത് കാസർഗോഡ് എന്ന് എഴുതുക. കാസർഗോഡ്. കാസർഗോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 368 കിലോമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാംഗ്ലൂരു. മാംഗ്ലൂരു ഉള്ളത് 415 കിലോമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സൂററ്റ് ആണ്. സൂററ്റിലേക്ക് 1522 കിലോമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂററ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹിയിലേക്ക് എത്രയാണ് കൂട്ടുകാരെ വരുന്നത്? 2643 കിലോമീറ്റേഴ്സ് ആണ്. ന്യൂഡൽഹി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലുധിയാനയാണ്. ലുധിയാനയ്ക്ക് വരുന്നത് 2956 കിലോമീറ്റേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് അമൃത്സർ എന്ന് പറയുന്നത്. അമൃത്സറിലേക്ക് ദൂരം എന്ന് പറയുന്നത് 3092 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മുടെ സ്മോളിൽ നിന്നും ബിഗിലേക്ക് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. നെക്സ്റ്റ് പേജിൽ കണ്ടിന്യൂ ദ പാറ്റേൺ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇവിടെ 10,050, 10,051,
10,052. ഓക്കെ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത പാറ്റേൺ എത്രയായിരിക്കും? 50, 51, 52. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 53 ആണല്ലേ. അഥവാ 10,053 എന്ന് വരും. അതിനുശേഷം 10,054 എന്ന് വരും. ദെൻ 10,055 എന്ന് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 11,085, ദെൻ 11,086, 11,087. നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 11,088, then 11,089, 11,090 ഇങ്ങനെ വരും. നെക്സ്റ്റ് വൺ 90,995, 90,996, 90,997. പിന്നെ വരുന്നത് കണ്ടിന്യൂ ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അല്ലെ. അഥവാ 90,998 വരും. ദെൻ 90,999 വരും. പിന്നെ വരുന്നത് 20,000 എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ 12,320, 12,340, 12,360. അവിടെ 20, 40, 60 അല്ലെ. 20, 40, 60. പിന്നെ വരുന്നത് എത്രയായിരിക്കും? 80 ആയിരിക്കും അല്ലെ. അതിന്റെ കൂടെ 20 ആണ് നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 12,360യുടെ കൂടെ 20യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ വരുന്നത് 12,380 എന്ന് വരും. നമുക്ക് ഇവിടെ എഴുതാം 12,380. പിന്നെ വരുന്നത് പ്ലസ് 20 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 12,400 എന്ന് വരും. അതിനുശേഷം 12,420 എന്ന് വരും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് വാട്ട് ഐ ഫൗണ്ട്. ഇതിൽ നിന്നും ഞാൻ കണ്ടെത്തിയ കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്തെഴുതണം? ഇവിടെ 10,000 അഥവാ 10,000, 90,000, 12,000 അതിന്റെയൊക്കെ കോൺസിക്യൂട്ടീവ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സംഖ്യ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് പാറ്റേൺസ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എയർപ്ലെയിൻ എന്നുള്ളതാണ്. ആഫ്റ്റർ ദ ടു ദേ റിട്ടേൺ ഇൻ എയർപ്ലെയിൻ എ സ്ക്രീൻ അറ്റ് ദ എയർപോർട്ട് ഡിസ്പ്ലേ ദ നമ്പേഴ്സ് ഓഫ് ഫ്ലൈറ്റ് അറൈവിംഗ് ആൻഡ് ഡിപ്പാർച്ചർ. അപ്പൊ വിനോദയാത്ര, ഈ ടൂറൊക്കെ കഴിഞ്ഞ് കുട്ടികൾ എന്താ ചെയ്യുന്നത്? മടങ്ങുന്നത് വിമാനത്തിലാണ് മടങ്ങുന്നത്. പോയത് ട്രെയിനിലാണെങ്കിലും തിരിച്ചു വരുന്നത് എയർപ്ലെയിനിലാണ്. അപ്പൊ അതിന്റെ നമ്പേഴ്സ് അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നോക്കുക. വാട്ട്സ് അവർ ഫ്ലൈറ്റ് നമ്പർ? ഫ്ലൈറ്റ് നമ്പർ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് നമ്പർ ആസ് 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഡിജിറ്റ്സ് ആണ് അതിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. The number formed by the digits at the hundreds and the tens place is double the number formed by the digits at the thousands and hundreds place എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ പറഞ്ഞത് നമ്മളടുത്ത്? ഇവിടെ ടെൻസിന്റെ പ്ലേസിൽ നിന്നും ഡബിൾ ആണ് വൺസിന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പർ. അതുപോലെ തന്നെ 100ന്റെ പ്ലേസിൽ കിടക്കുന്നതിന്റെ ഡബിൾ ആണ് എവിടെ കിടക്കുന്നത്? നമ്മുടെ ടെൻസിന്റെ പ്ലേസിൽ കിടക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അഥവാ വൺസിന്റെയിൽ നിന്നും ഡബിൾ ആണ്, 1000ൽ നിന്നും ഡബിൾ ആണ് 100ൽ കിടക്കുന്നത്. 100ൽ നിന്നും ഡബിൾ ആണ് 10ൽ കിടക്കുന്നത്. 10ൽ നിന്നും ഡബിൾ ആണ് എവിടെ കിടക്കുന്നത്? വൺസിൽ കിടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇപ്പൊ നമ്മൾ 1 എടുക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഡബിൾ എത്രയായിരിക്കും? നമ്മുടെ 100ന്റെ പ്ലേസിൽ വരുന്നത് 2 ആയിരിക്കും അല്ലെ. പിന്നെ ഇതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 4 ആണ്, ഇതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഈ നമ്പർ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കും. The number formed by the digit at the tens and ones place is double the number formed by the digits at the hundreds and tens place. അപ്പോൾ ഇവിടെ എന്താ? 100ന്റെയും 10ന്റെയും സ്ഥാനത്ത് ചേർന്ന സംഖ്യ അതിന്റെ ഇരട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇത് 4 ഡിജിറ്റ് നമ്പർ ആണ്. ഇതിന്റെ ഡബിൾ ആണ് ഇതെന്ന് പറയുന്നത്, ഇതിന്റെ ഡബിൾ ആണ് ഇത്, ഇതിന്റെ ഡബിൾ ആണ് ഇത്. അപ്പൊ ഇവിടെ നമ്പർ എന്ന് പറയുന്നത് 1248 എന്നുള്ളതാണ് ഇവിടെ നമ്പർ ആയിട്ട് വരുന്നത്, ഫ്ലൈറ്റ് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. റോമൻ ന്യൂമറൽസ് ആണ്. നോ നമ്പേഴ്സ് ഇൻ ദ ക്ലോക്ക്. അവിടെ ഒരു ക്ലോക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലോക്കിൽ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ എന്താണ്? അവിടെ റോമൻ നമ്പേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്പേഴ്സ് ദേ ആർ ദ റോമൻ നമ്പേഴ്സ്. ഇതാണ് റോമൻ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ റോമൻ നമ്പർ 1 to 12 വരെയുള്ള റോമൻ നമ്പർ ആണ്. കൂട്ടുകാർ അത് നോക്കി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഇൻ അബാക്കസിലാണ്. അബാക്കസിലുള്ള നമ്പേഴ്സ് ആണ്.
See the abacus. Write all 5 digits numbers that can be shown in the abacus using just 2 birds. അപ്പോൾ സൈഡിലായിട്ട് നമുക്ക് 2 ബേർഡ്സ് തന്നിട്ടുണ്ട് അല്ലെ, 2 ബേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ബേർഡ്സ് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? ഒന്നെങ്കിൽ ഈ ബേർഡ്സ് നമുക്ക് ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം, ഇവിടെ ഇടാം, ഇവിടെ ഇടാം, ഇവിടെ ഇടാം. എവിടെ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ 2 ബേർഡ്സ് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 11,000 എന്നുള്ളതാണ്. 11,000 ഉണ്ടാക്കാം. രണ്ടും കൂടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 11,000 ആയി. ഓക്കെ, സോറി, ഒന്ന് ഇവിടെ ഇടാം, ഒന്ന് ഇവിടെ ഇടാം അല്ലെ. അപ്പൊ ഇവിടെ 1 ഇവിടെ 1 11,000 ആയി. ഇനി അടുത്ത എന്ന് പറയുന്നത് എത്രയാണ്? 10,100 ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. 10,100 നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് അടുത്തത് 10,010 എന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ദെൻ 10,001 എന്നുള്ളത് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20,000 ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 20,000 നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ഹൗ മെനി ഹൺഡ്രഡ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. Write the largest and smallest 5-digit numbers that can be made using the digits 1 to 5. 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്ന വലിയ അഞ്ചക്ക സംഖ്യയും ചെറുതും നമ്മളടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 1 to 5 ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ഇതിലെ ഏറ്റവും ബിഗ് നമ്പർ എന്ന് പറയുന്നത് 5 ആണല്ലേ. അപ്പൊ ഏറ്റവും ലാർജസ്റ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഏറ്റവും വലുത് ഇതില് 5 ആണ്, അത് കഴിഞ്ഞാൽ 4 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 2 ആണ്, പിന്നെ 1 ആണ്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. ഇനി സ്മോളസ്റ്റ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിനെ നേരെ തിരിച്ചെഴുതിയാൽ മതി. 2, 3, 4, 5 എന്ന് എഴുതി കൊടുക്കുക. അഥവാ 12,345 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ. ഈ ലാർജസ്റ്റ് നമ്പറിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഇവിടെ നോക്കൂ, ഇതാണ് ഹൺഡ്രഡ്സ് അല്ലെ. 3 ആണുള്ളത്, ഇവിടെ സ്മോളസ്റ്റിലും 3 ആണുള്ളത്. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കാം. ലാർജസ്റ്റിലുള്ളത് 3 ആണ്, സ്മോളസ്റ്റിലുള്ളതും 3 ആണ്. അപ്പൊ രണ്ടിടത്തും എന്ത് എഴുതുക? 3 എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് 9,875 എന്ന് തന്നിട്ടുണ്ട്. അതിൽ എത്ര 1000 ഉണ്ട്? 9,000 ഉണ്ട്. എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 8 ഹൺഡ്രഡ്സ് ആണുള്ളത്. ടെൻസ് എന്ന് പറയുന്നത് 7 ആണുള്ളത്. വൺസ് എന്ന് പറയുന്നത് 5 ആണ്. നെക്സ്റ്റ് വൺ 6,307 എന്നുള്ളതാണ്. അതിൽ 1000 എന്ന് പറയുന്നത് 6 ആണ്. ദെൻ ടെൻസ് നമുക്ക് ഒരുമിച്ച് എഴുതാം, കാരണം ഇവിടെ എന്താണ് ഹൺഡ്രഡ്സ് ചോദിച്ചിട്ടില്ല. അപ്പൊ ടെൻസ് എന്നുള്ളത് 30 എന്ന് എഴുതി കൊടുക്കാം. വൺസ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 4,218 എന്നുള്ളതാണ്. ഇവിടെ നമ്മളെടുത്ത ഹൺഡ്രഡ്സും വൺസും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. ഇത് ഒരുമിച്ച് എഴുതുക, അഥവാ 42 ഹൺഡ്രഡ്സ് എന്ന് എഴുതി കൊടുക്കുക. പിന്നെ 80 വൺസ് എന്നും എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ 5,600 0 10s 8 ones ആണ്. അപ്പൊ ഏതാണ് നമ്പർ? 5,608 എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ 8,000 ആണ്. അപ്പൊ 8,000 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ ഉള്ളത് എത്രയാണ്? 12 വൺസ് ആണ് അല്ലെ. 12 ടെൻസ് ആണ്, 0 വൺസും ആണ് ഉള്ളത്. അപ്പൊ 12 ടെൻസ് എന്ന് പറയുന്നത് 12 × 10 എന്ന് പറയുന്നത് 120 ആണ്. അപ്പൊ അത് ഒരുമിച്ചിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ അഥവാ 8,120 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 16 ഹൺഡ്രഡ്സും 25 വൺസും ആണ് ഉള്ളത്. അപ്പൊ 16 ഹൺഡ്രഡ്സ് ആദ്യം 16 എഴുതുക, 25ഉം എഴുതുക, അഥവാ 1,625 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ നമ്പർ 6,350 the value of the digit is 6,000 ആണ്. That each of the following numbers find the value of 3. അഥവാ 6,315 എന്ന സംഖ്യയിൽ 6 എന്ന അക്കത്തിന്റെ വില 6,000 ആണ് താഴെ കൊടുത്ത സംഖ്യയിൽ. അവിടെ 3 എന്നതിന്റെ വില എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് വണ്ണിൽ 3 എന്ന് പറയുന്നത് ഏതിന്റെ സ്ഥാനത്താണുള്ളത്? വൺസിന്റെ സ്ഥാനത്താണല്ലോ. അപ്പൊ അവിടെ എന്ത് എഴുതുക? വൺസ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ താഴേക്ക് നോക്കൂ. ഇവിടെ 3 എന്ന് പറയുന്നത് ഏതിന്റെ സ്ഥാനത്താണുള്ളത്? 1000-ലാണുള്ളത് അല്ലെ. അപ്പൊ അവിടെ 1000 എന്ന് എഴുതുക. നെക്സ്റ്റ്
ഇവിടെ നോക്കൂ, ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ 3 എന്ന് പറയുന്നത് ഏതാണ്? ടെൻസിലാണുള്ളത്. അപ്പൊ അവിടെ ടെൻസ് എന്ന് എഴുതുക, ടെൻസ്. ഇവിടെ 3 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിലാണുള്ളത്. അപ്പൊ അവിടെ ഹൺഡ്രഡ്സ് എന്ന് എഴുതുക. ഇത്രയുമാണ് അത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ടോട്ടൽ ട്രെയിൻ ഫെയർ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം ഈസ് 3625 rupees. Since there is a concession for school children, only 2000 rupees was paid. How much is the concession എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ടിക്കറ്റിന്റെ ചാർജ് എത്രയാണ്? 3625 ആണ്. ഇവിടെ കുട്ടികളുടെ ഇളവ് എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ് ഇളവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഇളവ് ലഭിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യണം? നമ്മള് 3625 ആയിരുന്നു. അതിൽ നിന്നും 2000 എന്ന് പറയുന്നത് മൈനസ് ചെയ്യുക, അഥവാ കൺസെഷൻ കിട്ടിയത്. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 5, 2, then 6, ഇവിടെ എത്രയാണ്? 3, 1. അപ്പൊ എത്രയാണ് ആൻസർ? 1625 ആണ് അവിടെ കൺസെഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽസ്. ഇവിടെ കുറച്ച് എംപ്റ്റി സെൽ ഉണ്ട്, അതിലുള്ള നമ്പേഴ്സ് നമ്മളൊന്ന് എഴുതി കൊടുക്കാം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇവിടെ നോക്കൂ, 301, 185, 829. മേലെ കൊടുത്തിട്ടുള്ളത് 486 ആണ്. ഇത് എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. 301ഉം 185ഉം കൂടെ ആഡ് ചെയ്തതാണ് 486 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 185 പ്ലസ് 829 പ്ലസ് ചെയ്ത് കൊടുക്കുക. എത്രയായിരിക്കും കൂട്ടുകാരെ ആൻസർ എന്ന് പറയുന്നത്? ഇവിടെ 4 വരും, ദെൻ 10, 11, എത്രയാണ് ആൻസർ എന്ന് പറയുന്നത് കിട്ടിയത്? യെസ്, 1014 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1014. നെക്സ്റ്റ് നമ്മൾ ഇവിടുത്തെ കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഈ 1014ന്റെ കൂടെ ഈ 486ഉം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 6ഉം 4ഉം 10 വരും, 0, ബാലൻസ് 1, 8ഉം 1ഉം 9, 9ഉം 1ഉം 10 ആയി. വീണ്ടും 1 ബാലൻസ് വരും. ഇവിടെ 4 ആണ്, അപ്പൊ ഇവിടെ 5 വരും. ഇവിടെ എന്ന് പറയുന്നത് 1 വരും. അപ്പൊ എത്രയാണ്? 1500 എന്ന് ആൻസർ കിട്ടും. 1500. നെക്സ്റ്റ് വൺ നോക്കൂ, ഇവിടെ 555 ഉണ്ട്, 556 ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള 1000 ആണ്. ഈ 1000 കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? ഇവിടുത്തെ നമ്പറും ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ എന്തില്ല, നമുക്ക് നമ്പർ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000ൽ നിന്നും 556 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 4 കിട്ടും. 444 അഥവാ 444 എന്ന് ഇവിടെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് കിട്ടണമെങ്കിൽ ഈ 445ന്റെ കൂടെ 555 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കിട്ടുന്നത് 999 അഥവാ 999 എന്ന് കിട്ടും. ഇനി 1000ഉം 999ഉം ആണ്. അപ്പോൾ 1999 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 618 ആണ്. മേലെ കൊടുത്തിട്ടുള്ളത് 920 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 920ൽ നിന്നും 618 മൈനസ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും കൂട്ടുകാരെ? 302 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആൻസർ 302 ആണ്. ഇനി ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 302ന്റെ കൂടെ 743 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ 5 വരും, 4 വരും, 10 വരും. എത്രയാണ്? 1045 എന്ന് കിട്ടും. ഇനി 1045ന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മേലത്തെയും കിട്ടും അല്ലെ? 920 ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര കിട്ടും? 5, 6, 9, then 1. 1965 എന്ന് ഇവിടെയും ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് കൂട്ടുകാരെ ഇത് ചെയ്തു നോക്കേണ്ടത്. വളരെ ഈസി ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. Then
we can move the next one. Reach 8 without repeating any numbers. ഒരു നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് 8 എന്ന് പറയുന്നത് ലാസ്റ്റ് ഫൈനലായി കിട്ടുന്ന രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 2 നമ്പേഴ്സ് ആണുള്ളത് അല്ലെ. അപ്പൊ 8 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം? ഒന്നെങ്കിൽ നമുക്ക് 4+4 ചെയ്യണം. പക്ഷെ 4+4 റിപ്പീറ്റ് ചെയ്ത് വരികയാണ്, അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ 6+2 ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 5+3 ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതുപോലെ തന്നെ 1+7 ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ 7 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ താഴേക്ക് വരുമ്പോൾ അതിന് ഡബിൾ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ 6+2 ചെയ്യാം, അല്ലെങ്കിൽ 5+10 ചെയ്യാം. അപ്പൊ നമുക്ക് 5+10 ചെയ്ത് നോക്കാം. 5 ഇവിടെ എഴുതാം, 3 ഇവിടെ എഴുതി കൊടുക്കാം. 5 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യണം? 4ഉം 1ഉം കൂടെ ആഡ് ചെയ്യണം. 3 കിട്ടണമെങ്കിൽ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 3ഉം കിട്ടി. അപ്പൊ നമ്പർ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് 4, 1, 2 വരും. ദെൻ 5, 3 വരും. ദെൻ ലാസ്റ്റ് നമുക്ക് 80 എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5th വൺ ആണ്. 27 children are standing in a line. ഒരു 57 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുകയാണ്. The one in the middle has ticket number 4068. അഥവാ മിഡിലിൽ നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4068 ആണ്. വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ? അപ്പൊ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻ ദ ലൈൻ, ലാസ്റ്റ് ഉള്ള കുട്ടിയുടെ നമ്പറും എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരും. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ 4000 മുതൽ 4068 മുതൽ നമ്മൾ എഴുതി നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ 27 കുട്ടികളാണുള്ളത്. അപ്പൊ നടുവിലെ കുട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 13ാമത്തെ കുട്ടിയാണ് അല്ലെ. അത് നമ്മൾ 13 അങ്ങോട്ട് കുറച്ചാലും മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 4068 നിന്നും 13 നമ്മളൊന്ന് മൈനസ് ചെയ്ത് നോക്കുക. അപ്പൊ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. അതായിരിക്കും എവിടെയുള്ള കുട്ടിയുടെ? ആ ഒരു മിഡിൽ നിൽക്കുന്ന കുട്ടിയുടെ, അല്ല ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ ആയതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യല്ല, പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എത്ര കിട്ടും ഇവിടെ? 4081 എന്ന് കിട്ടും. അപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 4081 ആണ് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 is equal to how many 500s? 10,000 ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 10,000 എന്ന് പറയുന്നത് എത്രയാണ്? 10 into thousands എന്ന് പറയുന്നത് 10,000 ആണ് വരുന്നത് അല്ലെ. 10,000 എന്ന് പറയുന്നത് എത്ര 500സിന് തുല്യമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്കറിയാം 2 500 ആകുമ്പോൾ അവിടെ എത്രയാണ്? 1000 ആണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെ 10,000 ആവണമെങ്കിൽ എത്ര വേണ്ടി വരും? 10 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 500s ആയി കഴിഞ്ഞാൽ അവിടെ വരുന്നത് എത്രയാണ്? ഇതിന്റെ ഹാഫേ വരുള്ളൂ അല്ലെ. അഥവാ 2,500 ഉണ്ടെങ്കിൽ മാത്രം അവിടെ 1000 ആവുള്ളൂ. അപ്പോ എത്ര 10,000ത്തിന് എത്ര 500 വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 ചേർന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി ആവുള്ളൂ. അപ്പൊ അതിന്റെ 20 വേണം അല്ലെ. അപ്പൊ നമുക്കത് തെളിവ് നോക്കണമെങ്കിൽ 20 × 20 × 500 ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 10,000 എന്ന് കിട്ടും. അപ്പൊ അവിടെ എത്ര വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 എന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 20 500s ആണ് ഇവിടെ 10,000 ആവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, 7th വൺ, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ഈസ് ബിലോ ഈസ് 50 ones, 50 tens and 50 hundreds taken together? അഥവാ 50 1, 50 10, 50 100 ചേർന്ന് വരുന്ന 4 സംഖ്യ എന്ന് പറയുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? 50 ones എന്ന് പറയുന്നത് എത്രയാണ്? 50 ones എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. ദെൻ പിന്നെ പറയുന്നത് 50 tens ആണ് അല്ലെ. 50 tens എന്ന് പറയുമ്പോൾ എത്രയായി? 500 ആയിട്ട് മാറി. ദെൻ പിന്നെ പറയുന്നത് 50 hundreds ആണുള്ളത്. 50 hundreds എന്ന് പറയുമ്പോൾ 50 × 100s എന്ന് പറയുമ്പോൾ 5,000 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എത്രയാണ്? 5,550 ആണ്. അപ്പൊ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. നെക്സ്റ്റ് 8th വൺ ആണ്. കണ്ടിന്യൂ ദ പാറ്റേൺ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് 4080 ആണ്. അത് കഴിഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് 4085, 4091, 4080, 98. ഇവിടെ
4080യും 85ഉം തമ്മിൽ 5 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും തമ്മിൽ 6 ആണ് ഡിഫറൻസ്. ദെൻ 4091ഉം 4098ഉം തമ്മിൽ 7 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4098ന്റെ കൂടെ 8 കൂടെ നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? അവിടെ വരുന്നത് 4106 എന്ന് വരും. പിന്നെ 9 കൂട്ടി കൊടുത്താൽ 4150 എന്ന് വരും. അതിനുശേഷം 4125 എന്ന് വരും. ദെൻ 4136 എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഈ ഒരു പാറ്റേണിലാണ് ഇത് പോകുന്നത്. നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് എന്നുള്ളതാണ്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 and 10,000? നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 10,000 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര നമ്പേഴ്സ് വരും കൂട്ടുകാരെ? നിങ്ങൾ നോക്കൂ. 9000നും 9100നും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ് അല്ലെ. പക്ഷെ അവിടെ എന്താണ്? നമ്മള് 100 എന്ന് പറയുന്നത് 9000ന്റെ കൂടെ കൂട്ടിയിട്ടാണ്. അപ്പൊ 100ൽ നിന്നും ഒരെണ്ണം കുറക്കുക. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് 99 നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ പറയുന്നത് 9000 നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 9500 എന്നുള്ളതാണ്. അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 500 ആണ്. അപ്പൊ അതിൽ നിന്നും 1 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 499 എന്ന് കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 10,000 എന്നുള്ളതാണ്. അവിടെ എത്രയാണ് വരുന്നത്? 1000 ആണ് ഡിഫറൻസ് വരുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്നും 1 മൈനസ് ചെയ്യുക. 999 നമ്പേഴ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. How many odd numbers are there between 9000 and 10,000? 9000ന്റെയും 10,000ന്റെയും ഇടയിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 9000ന്റെയും 10,000ന്റെയും ഇടയിൽ നമ്മൾ പറഞ്ഞു എത്ര നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത്? 1000 നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക അല്ലെ. ഇത് നമ്മൾ 1 മുതൽ 10 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 10 നമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഇതിന്റെ പകുതിയാണ് ഓഡ് നമ്പർ ഉണ്ടായിരിക്കുക, പകുതി ഈവൻ നമ്പർ ആയിരിക്കും. ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ്. അപ്പൊ 500 ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, 500 ഈവൻ നമ്പേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോലെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ്